ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പോലും ഇവന്മാർക്ക് അറിഞ്ഞൂടാ. ഹലോ, അങ്ങനെ കൊച്ചാക്കല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടാ. നരേന്ദ്രപ്രസാദ് ഹലോ, ഗുഡ് മോർണിംഗ്. പോയി ചാടാത്തെ എന്താണെന്ന്? കാലിന് വയ്യാത്ത ആളാ. അതെ, വേണമെങ്കിൽ മോളെ ഒന്ന് കെട്ടിച്ചാൽ നോക്ക്. 10 മാസം കഴിഞ്ഞ് അതുപോലെ വന്നിരിക്കണാണ്. ഷണ്ടി താത്തുന്നു സിസ്റ്ററെ. വേണ്ട, ഇതില്ല ഏതെങ്കിലും തൊളയിൽ കൂടെ ഞാൻ എടുത്തോളാം. പുതിയതായിരുന്നു, എന്താന്നറിയാൻ പറ്റില്ല. സർ, എന്താ വേണ്ടത്? 2 കോഫി 2 കട്ട്ലറ്റ്. ഇത് ഹോട്ടലല്ല, ഫർണിച്ചർ കടയുണ്ട്. തെളിവുമാർ ഇങ്ങനെയാ, പോസ്റ്റ് കിട്ടിയാലും മതി. മോനെ ചെറിയ പണയും കൊണ്ടുവിടാം. നാളല്ല ചേട്ടൻ അടിഞ്ഞോളി പോവാൻ നോക്ക്. ഈ നാട്ടിൽ ആർക്കെങ്കിലും കാശിന് ആവശ്യം വന്നാൽ ഓടി എന്റെ അടുത്ത് പോയി. ഈ നിലവറയുടെ കാവൽക്കാരനാ. വേണ്ട, തീറ്റ നിർത്തണ്ട, മുഴുവൻ കേട്ടിട്ട് എണീറ്റാ മതി. അതല്ല പപ്പ, പട്ടായെന്ന് വരുമ്പോ അപ്പന് ഞാൻ എന്താ കൊണ്ടുവരണ്ടേ? നീ എന്തും കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പെണ്ണ് കെട്ടത്. എല്ലാ പെണ്ണുങ്ങളെയും കുതിപ്പിച്ചിട്ട് ഞാൻ കടന്നു കളയും. എന്തോ? ഇതാണ് ഞാൻ പെണ്ണ് കെട്ടാത്തതെന്ന്. എങ്ങനെ? ഇതാണ് എനിക്ക് പെണ്ണ് കിട്ടാത്തതെന്ന്. ഇവക്കിത് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെയാ പറയുന്നത്? സെയിം ടു യു ബ്രോ. അതിന് നീ പരിഹാരം നേരിട്ട് കണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടോ? ഞാൻ തന്നെയാടാ. ഞായറാഴ്ച കാണാം. ഓക്കെ. അല്ല പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു സർബത്ത് കിട്ടിയതേ MLA ശുപാർശക്കത്ത് കൊടുത്തിട്ടാണ്. എന്ത് ചെയ്യുന്ന കോമഡിയാണ്. ഇസവിടെ പിസ എടുക്കാൻ മറന്നു. നിന്റെ അച്ഛന് അച്ഛനാ, എന്നാ കുഴപ്പമില്ല. അച്ഛ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞ വാങ്ങണം. എന്നായിരുന്നു 100 രൂപ. അതിച്ചിരി കൂടുതലല്ലേ? കാലിന് സുഖമില്ലാത്ത 3 ടിക്കറ്റ്. അതെ, ഒന്ന് കുനിഞ്ഞിരിക്കും. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് സൂപ്പർ. ലോ ക്ലാസ്സിന് ഓക്കെ. പ്രതികാരം നാളെ ചെയ്താൽ മതി. എന്ത് ചെടിയാന്നറിയോ? ഇല്ല. കഞ്ചാവായിരുന്നു. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം.